പി.കെ. ശ്രീമതി ടീച്ചർ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. 75 വയസ്സ് തികഞ്ഞതിനെ തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായിരുന്നു. മധുര പാർട്ടി കോൺഗ്രസിലാണ് ഇളവ് ലഭിച്ച് കേന്ദ്ര കമ്മിറ്റിയിൽ തുടരുന്നത്. ആ നിലയ്ക്ക് ശ്രീമതി ടീച്ചർ ഇവിടെ നിൽക്കണോ വേണ്ടയോ എന്ന് എല്ലാവരും കൂടി ജോയിൻ്റായി അഭിപ്രായം പറഞ്ഞാൽ നന്നായിരുന്നു. പി.കെ. ശ്രീമതിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുപ്പിക്കുന്നതിനെ ചൊല്ലി CPM നേതൃപോര്. വരരുത് എന്ന നിലപാടിൽ ഉറച്ച സംസ്ഥാന ഘടകം, പങ്കെടുക്കാമെന്ന ദേശീയ നേതൃത്വം. ഭിന്നത മറനീക്കിയത് ശ്രീമതിയെ പിണറായി വിലക്കിയെന്ന റിപ്പോർട്ടിന് പിന്നാലെ ശ്രീമതി ടീച്ചർ 75 വയസ്സ് പൂർത്തിയായ പശ്ചാത്തലത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായി. അതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നതിനൊരു തടസ്സമില്ല. ആ ഘട്ടത്തിൽ ചേരുന്ന സെക്രട്ടറി യോഗത്തിലും അവരുണ്ടാവും. നേരത്തെ എല്ലാ സെക്രട്ടറി യോഗത്തിലും അവരുണ്ടാവും. എല്ലാ സെക്രട്ടറി യോഗത്തിൻ്റെ ഭാഗമായി വരുന്ന ചുമതലകൾ നിർവഹിക്കുന്ന കാര്യത്തിലും അവരുണ്ടാകും. ആ ഭാഗങ്ങളൊന്നും ഇപ്പോൾ ആ ചുമതലയിൽ വരുന്നില്ല എന്നർത്ഥം. ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ പാർട്ടിയിൽ സ്ത്രീകൾ ആരെങ്കിലും സംസ്ഥാന സെക്രട്ടറി ആയിട്ടില്ല. ജില്ലാ സെക്രട്ടറി, ഒരു ഏരിയ സെക്രട്ടറി അറിയില്ല. എടാ, ഒരു ലോക്കൽ സെക്രട്ടറിമാര് പോലും പെണ്ണുങ്ങളായിട്ടില്ല. എന്നാൽ സ്ത്രീ സമത്വത്തിന് വേണ്ടി ഏതറ്റം വരെ പോവുകയും ചെയ്യും. ദേശീയ തലത്തിലാണ് ശ്രീമതി ടീച്ചർ പ്രവർത്തിക്കുന്നത്. സംഘടനാപരമായി പി.കെ. ശ്രീമതി തീരുമാനിക്കുന്ന ഘടകങ്ങളിൽ പങ്കെടുക്കുകയും പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യും. അതിനെക്കുറിച്ച് യാതൊരു ആശയക്കുഴപ്പവും നിങ്ങൾക്ക് വേണ്ട. ചുമ്മാ അല്ല, ബംഗാളും ത്രിപുരയൊക്കെ പോയത്. എടാ, കനൽ ഒരു തരി മതിയടാ. 75 പ്രായപരിധിയൊക്കെ പഴയകാലത്തെ ആയുർദൈർഘ്യ കണക്ക് വെച്ച് തീരുമാനിച്ചതാണ്. പ്രായപരിധി ഒരു 80-85 ഉയർത്താവുന്നതാണ്. നമ്മുടെ VS-ന് മുഖ്യമന്ത്രിയാവുമ്പോൾ എത്രയായിരുന്നു പ്രായം? ശ്രീമതി ടീച്ചറിന് അംഗത്തിന് ഇനിയും എത്രയോ ബാല്യം. പക്ഷെ സംസ്ഥാന കമ്മിറ്റിയിൽ വരെ ഇരിക്കുന്നത് കേന്ദ്ര കോട്ടയിലാണെന്ന് മാത്രമല്ലേ ഈ പറഞ്ഞു വരുന്നതിന് അർത്ഥം? സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ഒരു വനിത എന്ന നിലയിൽ അവർക്ക് പ്രത്യേക പരിഗണനയോടുകൂടി എക്സഷൻ കൊടുക്കും. അങ്ങനെ സെൻട്രൽ കമ്മിറ്റിയിൽ അപ്പോൾ സെൻട്രൽ കമ്മിറ്റിയിൽ എടുക്കുന്നത് കേരളത്തിലെ സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടല്ല, അവരുടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. മുഖ്യമന്ത്രിയുടെ ഇളവും പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചതാണ്. സക്രിയമായ മുഖ്യമന്ത്രിയെ കണ്ടാൽ പ്രായപരിധിയൊക്കെ ഓടി ഒളിക്കും. ഞങ്ങൾ കേരള സംസ്ഥാനത്ത് രാജ്യത്താകെ പൊതുവെ എടുത്തൊരു നിലപാടുണ്ട്. 75 വയസ്സ് വരെയാണ് പൊതുവിൽ സഖാക്കളുടെ പ്രവർത്തന കാലയളവ്. 75 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ചില എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ആ എക്സംഷൻ കിട്ടിയ ഒരാളാണ് ഞാൻ, നിങ്ങൾക്കറിയാലോ. ഇപ്പോഴും ചില സൈഡിൽ കൂടെ നോക്കുമ്പോ സുഖേട്ടൻ തനി മമ്മൂട്ടിയാ. CPM കുറച്ചുകൂടി വയോജന സൗഹൃദ പാർട്ടിയാവേണ്ടിയിരിക്കുന്നു. ചെറുപ്പക്കാർക്ക് ഇനിയും ധാരാളം സമയമുണ്ടല്ലോ. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.